അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്നൊരു സ്പെഷ്യൽ മീൻ മേടിച്ചിട്ടാ. മാച്ചാൻ മേടിച്ച് ഒരെണ്ണം ഒരു 3/4 കിലോത്തിൻ്റെ അടുത്തുണ്ടായി. ഒരു മാച്ചാനെ മേടിച്ചിട്ടാ. അത് മാങ്ങയിട്ട് കറി വെച്ചതാണ്. പിന്നെ ചെറുപയറാണ്. പച്ചക്കറി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്തിരി ചെറുപയറെടുത്ത് അങ്ങോട്ട് എത്തി. പിന്നെ ഇത് ഇന്നലത്തെ കേരയുടെ ബാക്കിയാണ് കേട്ടോ. അതിൽ പുളിയും കഷ്ണങ്ങൾ 2-3 കാണും. ഒക്കെ കൂടി ഇന്ന് വരട്ടിയും എടുത്തതാണ്. ചട്ടി ഇനി വെക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ നമുക്കിന്നേ മാച്ചാനാണ് കിട്ടിയേക്കണത്. മാച്ചാന മാങ്ങയിട്ടാണ് വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ അരപ്പ് വിലയ്ക്ക് അങ്ങോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു മാച്ചാന മേടിച്ചത് 3/4 കിലോത്തിൻ്റെ അടുത്തുണ്ട്. വലിയ മാച്ചാനായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇഞ്ചി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. അരച്ച് ചേർത്തതാണ്. അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് കളിക്കാണ് വെക്കണം കേട്ടോ. താളിക്കലൊന്നുമില്ല. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടാണ് അരച്ചേക്കണത്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരപ്പ് കലക്കിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ ഇനി. അരപ്പ് നന്നായിട്ട് ഞാൻ ഇളക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ചാൽ നോക്കാം കേട്ടോ. ചാറ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതാണ് മാച്ചാൻ. അപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ഒപ്പം വില കൂടുതലുമാണ് കേട്ടോ ഇതിന്. 580 രൂപയാണ് കിലോത്തിന്. ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഒരു 3/4 കിലോത്തിനടുത്ത് ഉണ്ടായിട്ടോ. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. നന്നായിട്ട് തിളച്ച് വറ്റട്ടെ. അപ്പോൾ നമുക്ക് കറി നോക്കാം കേട്ടോ. കറി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അധികമായി. ഇതിൻ്റെ എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. കറി ഓക്കെ ആയിട്ടുണ്ട്. ചാറൊക്കെ കുറുകി ഇത്ര വേണം. ഡ്രൈ ആവും. ഇത് മല്ലിപ്പൊടിയൊക്കെ ചേർത്തേക്കണമുണ്ട്. തീ ഓഫ് ചെയ്യാം. ഒരല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒപ്പം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടാതെ ഇവിടെ പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഉലുവ ചൂടാക്കി പൊടിച്ച പൊടിയാണിത്. അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടില്ലല്ലോ, കറി താളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇത്തിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാച്ചാൻ മാങ്ങയിട്ട് വെച്ച കറി റെഡിയായിട്ടോ. ഇതാണ് മാച്ചാൻ കറി. ഇപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകയും ചെയ്യും. ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, ഇത്തിരി ചെറുപയർ ഉൾത്തണം കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊന്നുമില്ല. അപ്പോൾ ഞാനല്പം ചെറുപയർ റെഡിയാക്കണേണ്. അപ്പോൾ കുക്കറിൽ ചെറുപയർ അല്പം എടുത്ത് വേവിച്ചു. ഒന്ന് താളിച്ചെടുക്കണേണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വാടിക്കഴിയുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് മുളക് പൊടി ഇട്ടോ റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് വാടട്ടെ. ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം പൊടിക്ക് മുളക് പൊടി. ചെറുപയർ ഇട്ട് കൊടുക്കാം. പച്ചക്കറിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് എടുത്തതാണ് കേട്ടോ ചെറുപയർ. അല്പം എടുത്തുള്ളൂ.
അപ്പോൾ കഴിക്കാം. അപ്പം മാച്ചാൻ്റെ തല എടുത്തിട്ടുണ്ട് കേട്ടോ. തലയാണ് എനിക്കിഷ്ടം, തലയുടെ ഭാഗമാണ്. മാങ്ങ നല്ല അടിപൊളി മാങ്ങയായിരുന്നു കേട്ടോ, പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ കുറുകുറ ചാറിലാണ് വെച്ചിരിക്കുന്നത്. ചാറൽപ്പം എടുക്കാം. പിന്നെ ചെറുപയറാണ്, പച്ചക്കറി ഇല്ലാത്തപ്പോൾ ചെറുപയറാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി. ചെറുപയർ ഇത്ര അധികം കൊടുക്കാം. പിന്നെ ഈ കേരയൊക്കെ പുളി പിടിച്ച് അങ്ങനെ ഇരിക്കണേണ് സൂപ്പറായിട്ട്. അതിൻ്റെ ഒരു കഷ്ണം എടുക്കാം. ഇതിൽ പുളിയാണ് കേട്ടോ കൂടുതലും, കഷ്ണം ഒന്നോ രണ്ടേ ഉള്ളൂ, അതും എടുത്തു. അത് കഴിക്കാം. ചാറത്തിന് ഒഴിക്കട്ടെ കേട്ടോ. ഈ മാങ്ങ ഒന്ന് നല്ല അടിപൊളി മാങ്ങയും പൊളി. മാച്ചാൻ തിളപ്പിക്കുകയും ചെയ്യും കേട്ടോ, തക്കാളിയൊക്കെ ഇട്ട്. അത് നല്ല ടേസ്റ്റുള്ളതാണ്. ഞാൻ മാങ്ങയിട്ട് വെച്ചാൽ അപ്പോൾ 2 ദിവസത്തെ കറി ഉണ്ടാവും. ഇതിൻ്റെ എല്ലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണത്. ഇനി നമ്മുടെ കേരനെ ഒന്ന് നോക്കാം. കേര പുളിയൊക്കെ പിടിച്ച് സൂപ്പറാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. മാച്ചാൻ കറി വെച്ചത്, ചെറുപയർ ഉലത്തിയത്, പിന്നെ കേരയുടെ ഇന്നത്തെ പീസ്, ഇതൊക്കെയാണ് സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.